ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് രാവിലത്തെ കാഴ്ചകൾ കാണാം. രാവിലെ ആയപ്പോൾ തന്നെ നമ്മുടെ ഇവിടെ വയനാട്ടിലൊക്കെ ഒരു 6 മണിയാകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വെയിൽ ഉദിച്ച് വരും. നന്നായിട്ട് വെയിൽ വരുന്നതിന് മുമ്പ് നമുക്ക് തുണിയൊക്കെ ഒന്ന് അലക്കിയിട്ടാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങിയെടുക്കാമല്ലോ. അതിന് വേണ്ടി രാവിലെ തന്നെ അലക്കലൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മുറ്റം അടിച്ചു വരണം. നല്ല വെയിലാവുന്നതിന് മുമ്പ് തന്നെ മുറ്റമൊക്കെ നനച്ചിട്ടുണ്ട്. മുറ്റത്ത് ഭയങ്കര പൊടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് പൈപ്പ് വെച്ചിട്ട് മൊത്തം ഒന്ന് നനച്ച് കൊടുത്താൽ നമുക്ക് പൊടി പാറാതെ പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കാം. പിന്നെ പൊടി പറഞ്ഞുകൊണ്ട് വീട്ടിൻ്റെ മുമ്പിലൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊടി വീഴും വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും. അപ്പോൾ രാവിലെ തന്നെ അതൊക്കെ ഒന്ന് നനച്ച് കൊടുത്താൽ നല്ല വൃത്തിയായി കിടക്കും കേട്ടോ. പിന്നെ നമുക്ക് കാറൊന്ന് കഴുകണം. നമുക്ക് ഓട്ടുള്ള ദിവസമായതുകൊണ്ട് ഓട്ടിന് പോകണം. അപ്പോൾ കാറൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് പൈപ്പ് വെള്ളം ആയതുകൊണ്ട് രാവിലെ ഒരു 9 മണിയാകുമ്പോൾ തന്നെ വെള്ളം നിൽക്കും. പിന്നെ വൈകുന്നേരമല്ലേ വെള്ളം വരിക. അപ്പോൾ വെള്ളം വരുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അതിനായിട്ട് ഇതാ കാറൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. കാർ കഴുകുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മുടെ ഇതിൽ ഫ്രൂട്ട്സ് വണ്ടി പച്ചക്കറിയൊക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഞാൻ എന്നും ഇങ്ങനെ കാണില്ല, ഇങ്ങനെ സൗണ്ട് കേൾക്കുമ്പോൾ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ കാണാറില്ല. ഇന്ന് എന്തോ ഒരു ഭാഗത്തിന് കാറ് കഴുകുമ്പോൾ ഉണ്ടിട്ട് ആ വണ്ടി പോകുന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോൾ മീനുട്ടിക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അത് നോക്കി നിൽക്കുമായിരുന്നു. എൻ്റെ ഇടയ്ക്ക് കാറ് കഴുകുന്നതിൻ്റെ ഷാമ്പൂ ഒക്കെ ഒന്ന് പതിപ്പിച്ചിട്ട് നമ്മളിതാ കാറ് കഴുകുന്നുണ്ട്. ഇന്ന് എന്തോ റോഡ് പണി ഉണ്ടെന്നാണ് തോന്നുന്നത്. വലിയ രാവിലെ തന്നെ JCB ഒക്കെ പോകുന്നുണ്ട് മണ്ണെടുക്കാനായിട്ട്. പിന്നെ അതാ കാറ് കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് വീട്ടിലത്തെ ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ ചോദിക്കുമായിരുന്നു. വൈകുന്നേരം ആയതുകൊണ്ട് ഇപ്പോൾ കുറേ ദിവസമായി ചേട്ടനെ കാണാനില്ല. ഇന്ന് രാവിലെ കണ്ടപ്പോൾ കുറച്ച് നേരം വർത്താനം പറഞ്ഞു നിന്ന്. എൻ്റെ ഇടയ്ക്ക് കാറ് കഴുകൽ നടക്കുന്നുണ്ട്. കാറെന്ന് ഞാനല്ല കേട്ടോ കഴുകാറുള്ളത്, ഏട്ടനാണ് കഴുകാറുള്ളത്. ഇന്ന് ഞാൻ രാവിലെ വെള്ളം വന്ന സമയത്ത് ഇന്നലെ ഒന്നും വെള്ളം വന്നിട്ടുണ്ടായിട്ടില്ല. ഇന്ന് വന്നപ്പോൾ വേഗം ഒന്ന് കഴുകിയെടുത്തതാണ്. പിന്നെ അതല്ല ഏട്ടൻ്റെ കൈ ഇങ്ങനെ മുറിഞ്ഞുകൊണ്ട് കഴുകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒന്ന് സഹായിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഇടയ്ക്ക് ഇത് അമ്മ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പൂജാ റൂമത്തെ വെള്ളമൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട്. അമ്മ രാവിലെ തന്നെ കുളിച്ച് ആ പണിയൊക്കെ എന്തായാലും ഒരു ദിവസം പോലും മുടങ്ങാതെ ചെയ്യും കേട്ടോ. വെള്ളമൊക്കെ മാറ്റി പൂവൊക്കെ ഒന്ന് മാറ്റി പിന്നെ പൂജാ റൂം കൊണ്ടുവെക്കാറുണ്ട്. അമ്മയ്ക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാറ് കഴുകൽ ഏകദേശം കഴിയാറായിട്ടുണ്ട്. കുറച്ച് പതുക്കെ കഴുകിയാലേ നമുക്ക് ഫ്രൂട്ട്സ് വണ്ടി വരുമ്പോൾ ഫ്രൂട്ട്സ് വാങ്ങാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഞാൻ അകത്തേക്ക് പോയാൽ നമുക്ക് വാങ്ങാനായി പറ്റില്ല. അപ്പോൾ അതാ ഫ്രൂട്ട്സ് വണ്ടി വന്നപ്പോൾ നമ്മുടെ വീടിൻ്റെ അതിലേ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് മേലോട്ട് കയറിപ്പോയി. പച്ചക്കറി ഉണ്ട്. അപ്പോൾ മീനുവിന് മാങ്ങയും പൈനാപ്പിളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വാങ്ങാമെന്ന് വിചാരിച്ച് പോയതാണ്. പിന്നെ കുറച്ച് പച്ചക്കായൊക്കെ വാങ്ങണം. നമ്മൾ ഇതിലേ വണ്ടി വരുന്നതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്. നമുക്ക് കഴിയുന്ന പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ പെട്ടെന്ന് ചീത്തയായി പോകുന്നില്ല. നമുക്ക് ആവശ്യമുള്ളത് വാങ്ങിയെടുത്താൽ മതിയല്ലോ. എല്ലാ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഒക്കെ ആയിട്ട് വരാറുണ്ട്. ഇന്ന് വ്യാഴാഴ്ചയായിട്ട് വണ്ടി വന്നിട്ടുള്ള. പിന്നെ വണ്ടിയിൽ നിന്ന് ഫ്രൂട്ട്സൊക്കെ വാങ്ങി വന്നപ്പോഴത്തേക്കും കുറച്ച് വെയിലായിപ്പോയി. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് മുറ്റടിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് ഓട്ടുള്ളത് എൻ്റെ വീട്ടിലെ മേപ്പാടി ആയതുകൊണ്ട് അങ്ങോട്ട് പോകണം. അപ്പോൾ വേഗം ഒന്ന് പണിയൊക്കെ കഴിച്ചിട്ട് പോയാൽ പിന്നെ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ പണിയൊന്നും ചെയ്യണ്ടല്ലോ. പിന്നെ വേഗം അലക്കിയതൊക്കെ ഒന്ന് വിരിച്ചിടുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇത് മീനും മേലുള്ള ഒരു ചേട്ടൻ വന്നിട്ട് മീനിൻ്റെ കൂടെ കളിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ വേഗം ഒന്ന് വീടിൻ്റെ ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വാരി. അമ്മ ഒന്ന് അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു വിളക്കത്തിക്കാനായിട്ട്. ഞാൻ പറഞ്ഞു ഞാൻ തുടച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ വേഗം ഒന്ന് അടിച്ചു വാരിയിട്ട് വിളക്കത്തിച്ച് അമ്മ ആദ്യം ഓട്ട് ചെയ്യാനായിട്ട് പോയി. അപ്പോൾ ഞാൻ ബാക്കിയും കൂടെ ഒന്ന് അടിച്ചു വാരിയിട്ട് പെട്ടെന്നൊന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. തുടക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കൂടെ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്. ഇവിടെ എണീക്കുന്നതിൻ്റെ മുമ്പ് നമുക്ക് ഈ പണിയൊക്കെ തീർത്താലേ നല്ല വൃത്തിയായി കിടക്കുള്ളൂ. എണീച്ചാൽ പിന്നെ വെള്ളത്തിൽ ഭയങ്കര കളിയാണ്. ഇന്ന് കുറച്ച് നേരം വൈകിപ്പോയി തുടയ്ക്കാനായിട്ട്. അപ്പോൾ അത് വേഗം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. തുടച്ചെടുത്ത് എന്നിട്ട് വേണം എനിക്ക് ചായ കുടിക്കാനായിട്ട്. ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഓട്ടിന് പോകാനായിട്ട് റെഡി ആവണം. നമ്മുടെ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് പത്തിരിയും കിഴങ്ങേറിയായിരുന്നു. ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ നാളെ കാണാം.